17 വയസ്സുകാരായിട്ടുള്ള കുട്ടികളെയാണ് ഇങ്ങനെ മർദ്ദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അതാണ്? അല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു കാരണം പറയാൻ അതാണ് എന്നെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം. അതാണ് എന്താണ് കാരണം ഈ 17 വയസ്സുള്ള മക്കളെ അടിക്കാൻ? അതും അടി മാത്രമല്ല, മനസാക്ഷിയില്ലാത്ത അടി അടിച്ചത്. ഹെൽമെറ്റ് കൊണ്ടുവന്ന് അടിക്കുകയാണ്, ഹെൽമെറ്റ് ഊരി അടിക്കുകയാണ്. അത് 4 കുട്ടികൾ, നിങ്ങൾ ഈ കാണുന്ന 4 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ്, അതും ആ നാട്ടിലെ കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഈ 5-8 പേര് വന്നിട്ട്, അതും 19-25 വയസ്സുള്ള ആൾക്കാരടക്കം വന്നിട്ട് ഈ കുട്ടികളെ അടിക്കാൻ എന്താണ് കാരണം? ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണ് അങ്ങനെ ഒരു സംശയമായിട്ട് തോന്നുന്നത്? എന്ത് കാരണത്താലാണ്? അല്ല, അവരെ 1-2 കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ആ പ്രദേശം എന്ന് പറയുന്നത് അത്രയധികം ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ഞാൻ ഇതിന് മുന്നേയും അവിടെ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് അത്രയധികം നല്ല രീതിയിലാണ് സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ പെരുമാറിയത്. ആ പ്രദേശത്തുള്ളവരും സഹകരിക്കുന്നില്ലെങ്കിൽ പോലും ഇതുവരെ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം 2 ദിവസം മുമ്പേ ഒരു വലിയ കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സാമൂഹ്യ വിരുദ്ധർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം മോനായിരുന്നു ആ ക്യാമ്പിൻ്റെ ഒക്കെ മൊത്തം കോർഡിനേഷൻ ഏറ്റെടുത്തത്. അല്ലാതെ എൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അടിക്കേണ്ട കാര്യമില്ല. സന്തോഷിൻ്റെ മകനല്ലേ, ഇവിടെ വന്ന് ചോദിച്ചു തന്നെയാണ് മർദ്ദിച്ചത്. വന്ന് ആളാവണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത്. ഇവരാദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലെക്സിന് കല്ലെറിഞ്ഞു എന്ന്. അത് സ്കൂളിൻ്റെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു കുട്ടി തന്നെ പറയുന്നുണ്ട്, കുട്ടികളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ കല്ല് കൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുമ്പോൾ ഒരു ചെറിയൊരു കല്ല് അവിടെ ഈ വിജയിച്ച കുട്ടികളുടെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു പോലും, അതിലേക്ക് കല്ല് കൊണ്ടുവന്ന് കുട്ടികളെ പറയുന്നുണ്ട്. അത് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയതാണ്. ഇത് പറഞ്ഞിട്ട് ആദ്യം അടിക്കുന്നത് എൻ്റെ മകനെയാണ്. എൻ്റെ മകനൊന്നല്ല, അത് ഇവരെ കൂട്ടത്തിലൊരു പയ്യനാണ്, അറിയാത്ത കല്ല്, അവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അതാണ് ഒരു കാരണമെങ്കിൽ അടിക്കേണ്ടത് ഹെൽമെറ്റ് ഊരിയിട്ടും ഈ പറയുന്ന ഇരുമ്പ് ദണ്ടും അവർ ഫോൺ വിളിച്ച് ആളെ വരുത്തുക. പിന്നെ ബൈക്കിൽ വരുന്നു, നേരിട്ട് കണ്ടവർ പറയുന്നു എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ അടിക്കുന്നത്. പിന്നെ അവർ അത്യാവശ്യം അതിനൊക്കെ അതിനെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നൊരു കാഴ്ച തന്നെ, രാത്രി എന്നെ ഫോണിൽ വിളിച്ച കരയാണ്. ഒരു 10 മണിയാകുമ്പോൾ ഞാനും എൻ്റെ ഏട്ടനും അവിടെ ഓടിയെത്തുമ്പോൾ ശരി, പണ്ട് നമ്മളിങ്ങനെ ഒരു രാഷ്ട്രീയ അടിപിടിയൊക്കെ നടക്കുന്ന ഒരു അന്തരീക്ഷമില്ലേ, അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. ഈ 4 കുട്ടികളെ തല്ലിയിട്ട് അവർ കുറേ പേര് അവിടെ നിൽക്കുകയാണ്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. മോന് ഷർട്ടൊന്നുമില്ല, മൂക്കുന്ന് ചോര ഒലിക്കുന്നു, ഇവിടെ നെറ്റിക്ക് നല്ലൊരു പാട്. കുട്ടികളൊക്കെ പേടിച്ച് ഒരു വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടികളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോഴും എന്നെ അടക്കം പിടിച്ച് കൈ തിരിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കൺട്രോൾ പോലീസ് വന്നു. പിന്നെ ആലോചിച്ച് നോക്കുക, നുണകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് അതിൽ ഒരു ഹെൽമെറ്റ് ഇട്ട് ഒരുത്തം പറയാം ഇവർ MDMA ആണെന്ന്. ആലോചിച്ച് നോക്ക്, ഒരു കുഞ്ഞു മക്കൾ, ഈ 17 വയസ്സുള്ള മക്കളെ, അതും അവരെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട്, അതും ആ നാട്ടിലെ കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ്റെ അനിയനൊക്കെ അടുത്ത അവിടുത്തെ കൗൺസിലറാണ്. അവർ പോലും ഇടപെട്ടിട്ട് ഈ കുട്ടികൾ അടി കൊണ്ടിട്ട് മൂക്കുന്ന് ചോര ഒലിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല നിൽക്കുന്നേ. ഞാൻ എത്തേണ്ടി വന്നു. ഞാൻ അവിടുന്ന് എന്തിന് കുട്ടികൾ അവിടെ തടഞ്ഞു വെച്ചു? പരാതി കൊടുത്തു ആരൊക്കെയാണെന്നുള്ള കൃത്യമായ രീതിയിൽ പരാതി ചെയ്യും. കുട്ടികൾക്കൊന്നും ആരെ പേരും അറിയില്ല. അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഇപ്പം എനിക്ക് തന്നെ ആദ്യത്തെ അനുഭവമാണ് തളിപ്പറമ്പിൽ. ഞാൻ തളിപ്പറമ്പിൽ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ തളിപ്പറമ്പിൽ പല സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ല, ഇതേ പ്രദേശത്ത് ഞാൻ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലടക്കം സ്വതന്ത്രമായിട്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ ഇവരെ പേടിച്ചിട്ട് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനത്തൊക്കെ ഭയക്കുന്ന സാമൂഹ്യ വിരുദ്ധരാണ് ഇതിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും, അല്ലാതെ അങ്ങനെ അടിക്കില്ല. അതാണ് ആ നാട്ടിൽ അവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. അല്ല എന്തിനടിച്ചു ഈ കുട്ടികളെ? ഈ 17 വയസ്സുള്ള കുട്ടി എന്തൊക്കെ ഒരു റീസൺ വേണ്ട അടിക്കാൻ? അതും അടിക്കുന്ന പോലെയാണ് അടിച്ചത്. കാരണം അത്രയും ഭീകരമായിട്ടാണ് അടിച്ചത്. ആ കുട്ടികളെ പുറത്ത് പരിക്ക് കാണാനില്ലാന്നേ ഉള്ളൂ, നിലത്തിട്ട് ചവിട്ടി വലിക്കായിരുന്നു അതിന് ഒരുത്തനെന്ന് പറഞ്ഞേ സംഭവം. കാരണം എൻ്റെ മോൻ പേടിച്ച് ഓടി ആ വീട്ടിലെത്തിയിട്ടാണ് ഫോൺ വിളിക്കുന്നത്. അവൻ ആ സമയത്തും ഫോൺ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിത് സംഭവം അറിയില്ല, ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചേനെ. എന്നിട്ട് ആ നാട്ടുകാർ പോലും ആ കുട്ടികളൊന്ന് അവിടെ നിന്ന് മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ നിൽക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം നമ്മുടെ മനസാക്ഷി മാറുന്നു എന്നുള്ളതാണ്. ക്രിമിനൽ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സാമൂഹ്യ വിരുദ്ധരെ അതുകൊണ്ടാണ് ഞാനിതിലങ്ങനെ രാഷ്ട്രീയം ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ആ അടിച്ചവർക്ക് കൃത്യമായി രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയമായ അടിയൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇതൊരു സാമൂഹ്യ വിരുദ്ധരാണ്. ഈ ഒരു തരത്തിലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അത് നിങ്ങളടക്കം, അതിപ്പോൾ എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാനിതിന് മുന്നിട്ട് ഇറങ്ങിയത് പോലും ഇന്നലെ രാത്രി മുതൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പോലെ ഒരു കുട്ടികളുടെ നേർക്ക് ഇനി ഇവരെ പോലുള്ള സാമൂഹ്യ, കാരണം നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ നിൽക്കണം. ഈ കുട്ടികൾ എങ്ങനെ നിൽക്കും? ഇനി എനിക്ക് പോലും പേടിയായി. എൻ്റെ കുട്ടി, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തളിപ്പറമ്പിൽ പോലും എൻ്റെ മകന് പോലും രാത്രി കാലങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ എന്തിനാണ് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത്? മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് നടത്തുന്നത്? അപ്പോൾ ഇവരെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. ഇവരൊക്കെ തികഞ്ഞ മദ്യപാനികളാണ്.
കാരണം അതിൽ ഇന്നലെ എനിക്കൊന്നൊരു 55 വയസ്സുള്ള സന്തോഷം എന്താണെന്ന് അവനാണ് അതിന് നേതൃത്വം കൊടുത്തത്. 55 വയസ്സാണ്. പുള്ളിയാണ് ആദ്യം വന്നിട്ട് ഈ കുട്ടികളെ മുഴുവനായിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, കേസായിട്ടുണ്ട്. കേസും കൃത്യമായിട്ട് പോലീസും നിയമ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകും. കാരണം അങ്ങനെ ഉണ്ടല്ലോ, പോലീസും കൃത്യമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട്. ഇത് കുട്ടികളെ തല്ലിയ കേസല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങനെ ലഘൂകരിക്കാനാണ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ കൃത്യമായിട്ട് പോലീസ് ഇടപെടുന്നുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് നേരെയുള്ളൊരു അതിക്രമമാണ്. അതിനെ ശക്തമായിട്ട് നമ്മളവരെ മുന്നിൽ കൊണ്ടുവരണം.